ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർഫുൾ സീക്രട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ കോൾ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 അഡീഷണൽ ടിപ്സുകൾ മാത്രമല്ല, അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കോൾ മാനിഫെസ്റ്റേഷൻ ആൻഡ് മെസ്സേജ് മാനിഫെസ്റ്റേഷൻ. ഫസ്റ്റ് വൺ, മെസ്സേജ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു സീക്രട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ, ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ടിനോട് വരാൻ പോകുന്ന 7 ഡേയ്സിൽ നിങ്ങൾക്ക് ഐ ലവ് യു എന്നും ഐ മിസ് യു എന്നുള്ളതുമായിട്ടുള്ള മെസ്സേജസ് അയക്കാൻ വേണ്ടി പറയാം. റാൻഡം ടൈംസിൽ, ഇന്ന സമയത്ത് എന്ന് പറയരുത്. നിങ്ങളുടെ നമ്പറിലോട്ട് എന്താണ് അയക്കേണ്ടത്? ഒന്നുകിൽ ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ ഐ മിസ് യു എന്നോ അയക്കാൻ വേണ്ടി പറയാം. അത് ഒരു ദിവസത്തിൽ 2-3 തവണയ്ക്ക് അയക്കാൻ വേണ്ടി പറയാം. ഇന്ന സമയത്ത് എന്നൊന്നും പറയണ്ട. 1 വീക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ ജോൺ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ആ പേര് മാറ്റുക. നിങ്ങൾ ആരിൽ നിന്നാണോ മെസ്സേജ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് എങ്ങനെയാണോ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഫ്രണ്ടിന്റെ പേര് സേവ് ചെയ്യുക. അപ്പൊ ആ ഫ്രണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ ഐ ലവ് യു അല്ലെങ്കിൽ ഐ മിസ് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് അത് സീൻ ചെയ്യുക? നിങ്ങൾ കാണാൻ കഴിയുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഐ ലവ് യു എന്ന് അയച്ച പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഐ മിസ് യു എന്ന് അയച്ച പോലെ ആയിരിക്കും. നമ്മൾ ഇത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മൾ ഇത് കാണുന്നത്, അല്ലേ? ഒറിജിനൽ ആളാണോ അയച്ചത്, ഫ്രണ്ടാണോ അയച്ചത് എന്നുള്ളതൊന്നും നമ്മുടെ മൈൻഡിലോട്ട് അപ്പോൾ പോവില്ല. സെയിം രീതിയിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റാൻഡം ആയിട്ട് ഒരു ദിവസത്തിൽ തന്നെ 3-4 തവണ ഇങ്ങനെ 7 ഡേയ്സിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അറിയാതെ വിശ്വസിച്ചു പോകും. ഇത് കറക്റ്റ് റോ ആയിട്ട് നമ്മൾ അങ്ങോട്ട് കാണുകയാണ്. അപ്പൊ അത് ആ വ്യക്തി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു എന്നുള്ള തോട്ട് നമ്മൾ അറിയാതെ പോകും നമ്മുടെ മനസ്സിലോട്ട്. ഇതൊരു 1 വീക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ സപ്പോർട്ട് മാത്രം മതി. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാളുണ്ടായിരിക്കും എല്ലാവർക്കും. ആ വ്യക്തിയോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, ഞാൻ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കണം, ഇന്ന സമയമൊന്നുമില്ല, നീ നൈറ്റോ പകലോ ഉച്ചയ്ക്കോ രാവിലെ എപ്പോഴാണെങ്കിലും നിനക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഇടയ്ക്ക് എനിക്കൊന്ന് ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യേ. അത് ഐ ലവ് യു ആവാം, ഐ മിസ് യു ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും മെസ്സേജ് ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ മെസ്സേജ് അവരോട് അയക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഇതൊരു ഇങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഹാക്ക് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഹാക്ക് ആയിരിക്കും ഇത്. ഒന്ന് ചെയ്തു നോക്കുക. മാനിഫെസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴത്ത് വന്നിട്ട് കമന്റ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു പ്രാക്ടീസ് 1 വീക്കോളം ഇങ്ങനെ കൊണ്ടുപോവാം. ഓക്കെ, നിങ്ങൾക്കൊരു 10 ഡേയ്സിനുള്ളിൽ തന്നെ അവരുടെ മെസ്സേജ് മാനിഫെസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്ത പവർഫുൾ ആയിട്ടുള്ള ടിപ്പ് പറഞ്ഞുതരാം. എന്താണ്? കോൾ മാനിഫെസ്റ്റേഷൻ. ഇത് വെരി പവർഫുൾ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ടെക്നിക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പല ടെക്നിക്കുകളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. പക്ഷേ ചില ആളുകൾ പറയും, ആ ടെക്നിക്ക് ചെയ്തിട്ട് വർക്കായില്ല, ഈ ടെക്നിക്ക് ചെയ്തിട്ട് വർക്കായില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ട്. സ്വാഭാവികം. അതെന്തുകൊണ്ടാണ് വർക്കാവാത്തത്? കറക്റ്റ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ആ ഒരു ആഗ്രഹവുമായിട്ട് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി കറക്റ്റ് അലൈൻഡ് ആവാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫീലിങ്സ് വരാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകൾ വേണം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് വിളിച്ചോളൂ. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ സഹായിക്കാം. ഇനി കോൾ മാനിഫെസ്റ്റേഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് തന്നെയാണ്. ഇതിലൊരു ടെലിപ്പതി ഉണ്ട്. മറ്റൊരു വ്യക്തിയുടെ എനർജി ഫീൽഡിൽ ടാപ്പ് ചെയ്യുന്ന
രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് ഇത്. വെരി പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നറിയില്ല, പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട്. ഇത് ഒരുപാട് ദിവസമൊന്നും ചെയ്യേണ്ട, ഓൺലി 3 days നൈറ്റ് ഒരു 30 seconds ഓർ 1 minute മാത്രം ചെയ്താൽ മതി. ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട, അത്രയും പവർഫുൾ ആണ്. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപേ ഒന്ന് കണ്ണടയ്ക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ചുറ്റുമുള്ള ശബ്ദങ്ങളും ഡിസ്ട്രാക്ഷൻസ് ഇതെല്ലാം ഒഴിവാക്കുക. ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് സങ്കല്പിക്കുക. എന്താണ് സങ്കല്പിക്കേണ്ടത്? ഓപ്പോസിറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആരിൽ നിന്നാണോ കോള് പ്രതീക്ഷിക്കുന്നത്, ആ വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക. ഓക്കെ, ഇപ്പൊ ആ വ്യക്തിയുടെ രൂപം, ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് സങ്കല്പിക്കണം നിങ്ങൾ. പക്ഷെ രൂപമൊക്കെ ആ വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളല്ല, നിങ്ങളെ കാണാനില്ല അവിടെ. ഓക്കെ, ആ വ്യക്തിയായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും നിങ്ങൾ തന്നെയാണത് ആ സങ്കല്പത്തില്. എന്നിട്ട് ആ വ്യക്തിയുടെ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ തപ്പിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ കാണണമെന്ന് തോന്നുന്നു. ആ ഒരു ഇമോഷൻ നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇമാജിനേഷനിൽ ആ വ്യക്തി ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇമാജിൻ ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നതായിട്ടുള്ള സങ്കല്പം നിങ്ങൾ തന്നെയാണ് ശരിക്കും അന്വേഷിക്കുന്നത്. ആ വ്യക്തിയുടെ എനർജി ഫീൽഡിൽ കയറിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഫോൺ എടുക്കുന്ന ആ ഇമേജസ് ആണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ആ വ്യക്തി ഫോൺ എടുക്കുന്നു, നിങ്ങളെ ഡയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെയുള്ള വിഷ്വൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, കട്ട് ചെയ്യുന്നു, വീണ്ടും വിളിച്ചു നോക്കുന്നു, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു, നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ വ്യക്തി അത്തരം പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ വ്യക്തി അപ്പൊ എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ആ വ്യക്തിയുടെ എനർജി ഫീൽഡിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് പറയുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേന്ന് പോലും എനിക്കറിയില്ല. ഇത് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മളിത് കാണുന്ന സമയത്ത് ഇമാജിനേഷനിൽ ഇങ്ങനെ ആയിരിക്കും. ആ വ്യക്തി ഒന്നുകൂടി പറയാം, ആ വ്യക്തി ഇങ്ങനെ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫോൺ പോയി എടുക്കുന്നു എവിടെന്നെങ്കിലും. അപ്പൊ ഇമാജിനേഷനിൽ നിങ്ങൾ ആ വ്യക്തിയെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ വ്യക്തി മനസ്സിൽ നടക്കുന്ന ചിന്തകൾ മൊത്തം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ആ വ്യക്തി ചിന്തിക്കുന്നത് പോലെ. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ എടുക്കുന്നു, ഫോൺ എടുക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങൾ പുറത്താണ്, നിങ്ങൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഇമാജിനേഷൻ കൃത്യമായിട്ട് നിങ്ങൾ കാണുകയും അത് മാക്സിമം ഫീൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വെരി പവർഫുൾ ആണ്. ഇത് 100% റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. വെറും 3 days നിങ്ങൾ ചെയ്താൽ മതി. ഒരു മിനിറ്റോളം ഈ ഒരു സങ്കല്പം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോ പറഞ്ഞ 2 ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്ട്രാ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. അത് കുറച്ചുകൂടി ഈസിയാണ്. കണ്ണുകൾ അടയ്ക്കുക, കുറച്ച് ബ്രീത്തിങ് ചെയ്യുക, മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. അതിനുശേഷം ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത് ഫോണ് റിങ് ചെയ്യുന്നു. നിങ്ങൾ ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഫോൺ റിങ് ചെയ്യുന്നു, ആ ഫോൺ എടുക്കുന്നു, ആ വ്യക്തിയാണ് വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നു, ഫോണിൽ സംസാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും നല്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു സന്തോഷവും അപ്പം ഉണ്ടാകുന്ന ഒരു ഫീലിങ്സും ഇമോഷനും ഒക്കെ മാക്സിമം നിങ്ങളുടെ 5 senses വെച്ചിട്ട് ഫീൽ ചെയ്യുക. ആ ഒരു വൈബ്രേഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആ ഒരു സങ്കല്പത്തിൽ ഇരുന്ന് മാക്സിമം അത് ഫീൽ ചെയ്യുക. ഇതൊരു 1-2 minute അങ്ങനെ ചെയ്യുക. ഇതും ഒരു 3 days ചെയ്താൽ മതി നൈറ്റിൽ. എന്നാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കൂടുതൽ ദിവസങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ചേസ് ചെയ്യുന്നത് പോലെയാവും. ഒരു 3 days ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അത് യൂണിവേഴ്സിന് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. അത് മാനിഫെസ്റ്റ് ആയിക്കോളും. അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. 100% മാനിഫെസ്റ്റ് ആവും. ഇപ്പൊ ഈ ടെക്നിക്കുകളൊന്നും ചെയ്യുമ്പോൾ ഒന്നും വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ബ്ലോക്സുകൾ നിങ്ങൾക്കുണ്ട്. ആ ബ്ലോക്സുകൾ ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ കൃത്യമായിട്ട് മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.
ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.